എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ കേരള PSCയുടെ കുറച്ച് പോസ്റ്റുകളിലേക്ക് കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തിലാണ് വരുന്നത് എക്സാം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് നോക്കുന്നത്. കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 കന്നഡ കാറ്റഗറി നമ്പർ 186/2022 ലോ ഡിപ്പാർട്ട്മെൻറ്റ് കേരള ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്. അതിൻ്റെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് 15/2/2023 ബുധനാഴ്ചയാണ്. അപ്പോൾ ഇതിൻ്റെ എക്സാം പാറ്റേൺ മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 10 മാർക്ക്, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് 40 മാർക്ക്, ടൈപ്പ് റൈറ്റിംഗ് 10 മാർക്ക്, റീജിയണൽ ലാംഗ്വേജ് കന്നഡ 20 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം മാർക്സ് 100 ആണ്. ഡ്യൂറേഷൻ 1 hour 30 minutes ആണ്. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പാർട്ട് 1, 2, 3 and 4, 3 and 5 ഇംഗ്ലീഷ്, പാർട്ട് 4 കന്നഡ. മോഡ് ഓഫ് എക്സാം ഓൺലൈൻ ആണ്. ഓൺലൈൻ OMR ആണ്. ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൺഫർമേഷൻ കൊടുക്കേണ്ട തീയതി 12/12/2022 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. അതായത് 1/2/2023 മുതലാണ് വരുന്നത്. അടുത്തത് റിപ്പോർട്ടർ ഗ്രേഡ് 2 മലയാളം ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ് NC നോട്ടിഫിക്കേഷനാണ്. കാറ്റഗറി നമ്പർ 172/2022. അത് നടക്കുന്നത് സെയിം ദിവസം തന്നെയാണ്. അതിൻ്റെ ഇത് സിലബസ് നോക്കുക, കറക്റ്റ് അത് തന്നെയാണ്. അതിൽ മാറ്റമുള്ളത് റീജിയണൽ ലാംഗ്വേജ് മലയാളമാണ് 20 മാർക്ക്. അതിൻ്റെയും OMR എക്സാം ഓൺലൈനായിട്ടാണ് വരുന്നത്. അടുത്തത് റിപ്പോർട്ടർ ഗ്രേഡ് 2 തമിഴ് കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ്. അതിൻ്റെ കാറ്റഗറി നമ്പർ 309/2022. എക്സാം ഡേറ്റ് 15/2/2023 ആണ്. അതിൽ മാറ്റം വരുന്ന സിലബസ് എന്ന് പറയുന്നത് റീജിയണൽ ലാംഗ്വേജ് തമിഴ് 20 മാർക്കാണ്. ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അടുത്തത് ഇനി വരുന്നത് വേറെ കുറച്ച് എക്സാമുകളുടെയാണ് വരുന്നത്. നോക്കാം. ടൈപ്പിസ്റ്റ് 22/2022 കാറ്റഗറി നമ്പർ. അതിൻ്റെ എക്സാം നടക്കുന്ന തീയതി എന്ന് പറയുന്നത് 22/2/2023 ബുധനാഴ്ചയാണ്. അപ്പോൾ അതിൻ്റെ ഇത് നോക്കാം, സിലബസ് നോക്കാം. മെയിൻ ടോപ്പിക്സ് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 10 മാർക്ക്, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് 40 മാർക്ക്, ടൈപ്പ് റൈറ്റിംഗ് 10 മാർക്ക്, റീജിയണൽ ലാംഗ്വേജ് മലയാളം തമിഴ് കന്നഡ 20 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്. സെയിം സിലബസാണ് വരുന്നത്. നമ്മുടെ മെയിൻ എക്സാമിൻ്റെ അതേ ടോപ്പിക് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ മാക്സിമം മാർക്ക് 100 മാർക്കാണ്. ഡ്യൂറേഷൻ 1 hour 30 minutes ആണ്. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പാർട്ട് 1, 2, 3 and 5 ഇംഗ്ലീഷും പാർട്ട് 4 മലയാളമാണ്. മോഡ് ഓഫ് എക്സാം OMR എക്സാമാണ്. ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൺഫർമേഷൻ കൊടുക്കേണ്ടത് 12/12/2022 വരെയാണ് അവസാന തീയതി. അപ്പോൾ ഇതിൻ്റെ ടോപ്പിക്ക് കണ്ടല്ലോ എല്ലാവരും. അപ്പം എല്ലാത്തിൻ്റെയും സെയിം സിലബസാണ് വരുന്നത്. അടുത്തത് 22/2/2023 LD ടൈപ്പിസ്റ്റാണ് വരുന്നത്. അതിൻ്റെ കാറ്റഗറി നമ്പർ 205/2022 ആണ്. NC നോട്ടിഫിക്കേഷനാണ്. അടുത്തത് റിപ്പോർട്ടർ ഗ്രേഡ് 2 ഇംഗ്ലീഷ് 257/2022. അതിൻ്റെ എക്സാം ഡേറ്റ് 22/2/2023 ആണ്. കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 262/2022. അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് എക്സാം നടക്കുന്ന ഡേറ്റ് 22/2/2023 ആണ്. അപ്പോൾ 29 മുതൽ 32 വരെയുള്ളതിന് കോമൺ ടെസ്റ്റാണ്. അതായത് സെയിം സിലബസാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. 29 എന്ന് പറയുന്നത് ഏതാണ്? ടൈപ്പിസ്റ്റ് പിന്നെ അതുപോലെ തന്നെ LD ടൈപ്പിസ്റ്റ്, റിപ്പോർട്ടർ ഗ്രേഡ് 2 ഇംഗ്ലീഷ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2. ഇതിന് മൊത്തത്തിന് വരുന്നത് സെയിം സിലബസാണ്. എക്സാമിൻ്റെ ഡേറ്റ് 22/2/2023 വെനസ്ഡേ ആണ്.
അപ്പോൾ കൺഫർമേഷൻ കൊടുക്കാത്തവർ തീർച്ചയായിട്ടും കൊടുക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ ഐ ബട്ടണിലും കൊടുക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ആദ്യം ഞാൻ സിലബസ് ചെയ്തിട്ടുണ്ട്. ഇനി പുതിയ സിലബസ് വരുമ്പോൾ മാറ്റം ഉണ്ടെങ്കിൽ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ സിലബസ് അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്ഡേറ്റ് ആവുന്ന ഉടനെ തന്നെ ആ ഒരു സിലബസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.